ഇതാണ് സിന്ദൂരം. ഇത് സേലൻ, തോത്താപ്പൂരി എന്ന് പറയും. ഇത് നീലം, ഇത് മൈസൂർ മൽഗോവ, ഇത് പേരയ്ക്ക മാങ്ങ, ഇത് അൽഫോൻസ. വിവിധ ഇനം മാവുകളെയും അവയുടെ പരിചരണവും പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മാവിനങ്ങളെ വിലയിരുത്തുമ്പോൾ നിരവധി ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലൈമറ്റിൽ എത്രമാത്രം കായ്ഫലം തരും എന്നതാണ്. അതേപോലെ കാലാവസ്ഥയും മണ്ണിൻ്റെ ഘടനയും മാമ്പഴത്തിൻ്റെ ക്വാളിറ്റിയെയും സ്വാധീനിക്കുന്നു. കൊങ്കൺ പ്രദേശത്ത് നിന്ന് വരുന്ന അൽഫോൺസ മാമ്പഴത്തിൻ്റെ സ്വാദ് നമ്മുടെ നാട്ടിലെ അൽഫോൺസയ്ക്ക് കിട്ടുന്നില്ല എന്നത് ഉദാഹരണം. ദേവഗഡ്, രത്നഗിരി, കാർവാർ മുതലായ അൽഫോൺസ മാമ്പഴങ്ങളുടെ ബ്രാൻഡിങ്ങിനും കാരണം ഇതാണ്. വെട്ടുകലുള്ള പ്രദേശത്തെ നമ്പ്യാർ അല്ലെങ്കിൽ കുറ്റ്യാട്ടൂർ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് മറ്റു നാടുകളിൽ വളരുന്ന ഇതേ ഇനത്തിന് പൂർണ്ണമായും കിട്ടുന്നില്ല എന്നത് മറ്റൊരു ഉദാഹരണം. കണ്ണൂരുള്ള കാലാവസ്ഥ ഇതിന് കാരണമായേക്കാം. ചില ഇനങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുകയില്ല. എൻ്റെ അറിവിൽ ബ്ലാക്ക് മാംഗോ അത്തരത്തിലൊന്നാണ്. എങ്കിലും പാലക്കാട്ടെ മുതലമട പോലുള്ള പ്രദേശങ്ങൾ മാവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഭൂരിഭാഗം മാവുകളും അവിടെ കായ്ക്കുന്നതായി കാണാം. കാലാപ്പാടി പോലെ ചെറിയ തണലത്തും നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. കോട്ടപ്പറമ്പിനെ പോലെ വർഷത്തിൽ പലതവണ കായ്ഫലം തരുന്നതും പരിഗണിക്കാവുന്ന ഘടകമാണ്. മാമ്പഴത്തിൻ്റെ ഗുണങ്ങളിൽ ആദ്യമായി പരിഗണിക്കേണ്ടത് മാമ്പഴത്തിൻ്റെ മധുരം തന്നെയാണ്. റിഫ്രാക്ടോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ബ്രിക്സ് വാല്യൂ മനസ്സിലാക്കാം. രുചി, മണം എന്നിവ മറ്റൊരു ഘടകമാണ്. കർപ്പൂരം, ഓളോർ പോലുള്ളവയുടെ ഫ്ലേവർ ഉദാഹരണമാണ്. മാമ്പഴത്തിലെ ഫൈബർ കണ്ടന്റ് അല്ലെങ്കിൽ നാരുകളുടെ സാന്നിധ്യം കുറഞ്ഞിരിക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പല നല്ല സ്വാദുള്ള മാമ്പഴങ്ങളുടെയും പ്രധാന പ്രശ്നം പുഴുക്കേടാണ്. പ്രിയൂർ ഉദാഹരണം. എന്നാൽ ചിലയിനം മാമ്പഴങ്ങളുടെ തൊലിയുടെ കട്ടികൊണ്ട് സ്വാഭാവികമായി പുഴുക്കേടിനെ ചെറുക്കുന്നു. കൊളുമ്പ്, ബ്ലാക്ക് പ്രിയൂർ എന്നിവ ഉദാഹരണം. കഴിക്കാൻ ലഭിക്കുന്ന കാമ്പിൻ്റെ അളവ്, മാങ്ങാണ്ടിയുടെ വലിപ്പക്കുറവ് എന്നിവയും പരിഗണിക്കപ്പെടുന്നു. മാങ്ങകളുടെ വലിപ്പം, തൂക്കം പോലെ തന്നെ ഒരു വർഷം എത്ര മാങ്ങകൾ ഉണ്ടാകുന്നു എന്നതും പരിഗണിക്കപ്പെടേണ്ടത് തന്നെ. പല നാടൻ മാവുകളും നന്നായി കായ്ക്കുമെങ്കിലും അവയുടെ പ്രധാന പ്രശ്നം ഒന്നരാടൻ വർഷങ്ങളിൽ മാത്രമേ അവ കായ്ക്കൂ എന്നതാണ്. ചന്ദനക്കാരൻ അത്തരത്തിൽ ഒന്നരാടൻ വർഷങ്ങളിൽ കായ്ക്കുന്ന നല്ലൊരു മാവിനമാണ്. നന്നേ ചെറുപ്പത്തിൽ കായ്ക്കുകയും വർഷം 3-4 തവണ പൂത്ത് കായ്ഫലം തരികയും ചെയ്യുന്ന ചില മാവുകൾ ക്വാളിറ്റി കുറവിൻ്റെ പേരിൽ നല്ല ഗണത്തിൽ പെടുത്തുന്നില്ല. ഉദാഹരണം തായ്ലൻഡ് ഓൾ സീസൺ. മധുരത്തിന് പേരുകേട്ട നീലൻ മാവിൽ നിന്നും ദശേരിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത മല്ലിക പോലുള്ള ചില ഇനങ്ങൾ താമസിച്ചു കായ്ക്കുന്നവയാണ്. പ്രാദേശികമായും ചില നല്ല ഇനങ്ങൾ കാണപ്പെടുന്നു. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തിൻ്റെ കോട്ടൂർക്കോണം, കൊല്ലത്തിൻ്റെ കർപ്പൂരം, അതേപോലെ മുമ്പ് നമ്മൾ പറഞ്ഞ കണ്ണൂറുകാരുടെ നമ്പ്യാർ, അതേപോലെ കോഴിക്കോടിൻ്റെ ഓളോർ, കാസർഗോഡിൻ്റെ ബാപ്പു ഇവ ഉദാഹരണങ്ങളാണ്. മാങ്ങയുടെ ഉപയോഗം അടുത്ത ക്രൈറ്റീരിയയാണ്. ഉദാഹരണത്തിന് ചന്ദ്രക്കാരൻ കണ്ണിമാങ്ങ അച്ചാറിടാനും പിഴിഞ്ഞു കഴിക്കാനും നല്ലതാണ്. പക്ഷേ പുളി കഴിക്കാനും ജ്യൂസ് ആക്കാനും അൽഫോൺസ പോലെ നല്ലതല്ല. പറിച്ചു വെച്ച് പഴുപ്പിക്കാൻ സാധിക്കുക, എത്രനാൾ പറിച്ചു വെച്ച് കേട് കൂടാതിരിക്കും അഥവാ ഷെൽഫ് ലൈഫ് എത്ര എന്നുള്ളതാണ് അടുത്ത ക്രൈറ്റീരിയ. മാവിനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവയ്ക്കൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ കൺസിഡർ ചെയ്യുന്ന ചില ഘടകങ്ങൾ അവയുടെ ആകൃതി, നിറം, ടെക്സ്ചർ എന്നിവയാണ്. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത നാംഡോക് അത്തരത്തിൽ മികച്ചു നിൽക്കുന്ന നമുക്ക് പരിചയമുള്ള ഒരു മാവിനമാണ്.
ഇത്രയും മെട്രിക്കുകളിൽ നിന്നും ഏത് മാമ്പഴമാണ് നല്ലത് എന്ന് കോമണായി പറയുന്നത് ശരിയാവുകയില്ല. ഓരോ വ്യക്തികളുടെയും താല്പര്യം വ്യത്യസ്തമാണ് എന്നതാണ് കാരണം. കഴിച്ചതിൽ വച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽഫോൺസോ, പെട്രീഷ്യ, കല്ലുകെട്ടി, നീലം, മല്ലിക, ബ്ലാക്ക് പ്രിയൂർ എന്നിവയാണ്. വീട്ടിൽ ഏതിനം നട്ടു വളർത്തണം എന്നുള്ളത് ഓരോ ഇനത്തിൻ്റെയും ഇനി വരുന്ന വിശദമായ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ പുറത്തു നിന്നുള്ള ഇത്തരം മാവുകളുടെ തള്ളിക്കയറ്റത്തിൽ നമ്മുടെ സ്വന്തമായുള്ള പല ഇനങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നു. പല നാടൻ മാവുകളും മോണോ എംബ്രിയോണിക് ആയതിനാൽ അവയുടെ അടുത്ത തലമുറ വേറിട്ട സ്വഭാവ ഗുണങ്ങൾ ഉള്ളവയായിരിക്കും. അതിനാൽ നമ്മുടെ നാടിന് സ്വന്തമായി ആയിരക്കണക്കിന് മാവിനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടാം. ഇത്തരത്തിലുള്ള പല നല്ല മാവുകളും കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായും റോഡ് വികസനത്തിൻ്റെ ഭാഗമായും നഷ്ടപ്പെട്ടു പോകുന്നു. ഇവയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പല വ്യക്തികളും കൂട്ടായ്മകളും പരിശ്രമിക്കുന്നുണ്ട്.